ഇമ്മ ഉണ്ണി ഉറങ്ങി നീച്ചില്ല? ആ നീച്ചിക്കണു. ഓളതാ സിറ്റൗട്ടുമ്പണ്ടേ. എന്താണ് മോളൂസേ ഒരാലോചന? ചെക്കൻ ആലോചിച്ചിരിക്കുകയാണോ? ഓ നമുക്ക് കരട് ആലോചിക്കാനുള്ളേ. എന്നെ പോലെ പാത്തു ആവശ്യമൊന്നുമില്ലല്ലോ. ഏത് പാത്തു? ഏതായിഷ? നിനക്കെന്താ വയ്യേ? അത് വീട്. നീ ഇപ്പൊ തന്നെ കോളേജിലേക്ക് പോവാ? കോളേജൊക്കെ തുറക്കണ്ടേ? ഇപ്പല്ല, കുറച്ചെന്നെ ചെങ്ങായിമാര് വിളിക്കാൻ വരും. എടീ, ഈ ഷാനുഖാന്റെ പുതിയ റീല് കണ്ടാ? എൻ്റെ മോനെ എന്നാ സീനാന്നറിയോ? നീ നോക്കിക്കേ. നോക്കി നോക്കുക, വീഡിയാൻസൊക്കെ മൂപ്പരൊരു നല്ല സംഭവം തന്നെ കേട്ടോ. ഇത് കമൻ്റ് എടുത്ത് നോക്കിയോ? എന്താ പെണ്ണുങ്ങളെ ഒലിപ്പിയര്. പെണ്ണുങ്ങൾ ഫുള്ള് ഇപ്പം ഷാനുഖാൻ്റെ പിന്നാലെ എനിക്ക് തോന്നുന്നു. ഉണ്ണിയേ, ആ എന്തുമ്മാ? ഇങ്ങോട്ടൊന്ന് വായോ. ഓ എന്തോന്ന് നോക്കടാ. പിന്നെ എനിക്കൊന്നും വയ്യ. രാത്രി മുഴുവൻ ഞാൻ ബിറ്റ് എഴുതാന്നില്ലേ? അതിന്റെ നന്ദിയെങ്കിലും ഒന്ന് കാണിച്ചൂടെ? അതിനെന്താ ഞാൻ മന്തി വാങ്ങിച്ചതാടി. പോടാ നന്ദിയില്ലാത്തവനെ. എന്തുമ്മാ? എന്താ വിളിച്ചേ? പോയി 2 പാക്കറ്റ് പാലൊന്ന് മേടിച്ചിട്ട് വരുമോ? പൈസ അതാ ആ ടേബിളിൽ വെച്ചിക്കണം. 2 പാക്കറ്റ് പാലും പിന്നെ 10 മുട്ടയും മറക്കണ്ടാട്ടോ. സമയം 7:30 ആയിട്ടുള്ളൂ. കട തുറക്കൂ? ഹസിക്കാക്കട കട തുറന്നിട്ടുണ്ടാവും. ഇജ്ജ് അവിടെ പോയി മേടിച്ചാൽ മതി. പിന്നെ മോനിക്കാട് ബുള്ളറ്റിന്റെ കീ എവിടെ? അത് ഓൻ്റെ റൂമിൽ കാണും. ആ ഷെൽഫിൻ്റെ ഫസ്റ്റ് തട്ടിലുണ്ട്. ഇജ്ജ് അവിടെ നിന്ന് എടുത്തോ. ഓക്കേ. ഇതെന്താ സ്റ്റാർട്ട് ആവാത്തേ? ഓയ് അമ്മായി മദർക്കനി എങ്ങട്ടാ? ഈ ഇക്കാനെ കൂടി കൂട്ടുന്നേ. ഇങ്ങോട്ട്. നീ എങ്ങട്ടാ? അങ്ങോട്ട് ഞാനും വരാം. എന്നാ വാ. തനിയെ ഊളംപാറയിലെ കൊണ്ടുവിടാം. നീ ഉണ്ടെങ്കിൽ എങ്ങോട്ട് ഞാൻ ഉണ്ട്. ചക്കരെ രാവിലെ തന്നെ എനിക്ക് പണിയൊന്നുമില്ലാത്തോണ്ട് ഒളിപ്പിക്കാൻ വന്നിരിക്കാം. അങ്ങനെ പറയല്ലേ സ്വത്തു. സ്വത്തുങ്ങളും മറ്റവള് പോടാ വായി നോക്കി. വായി നോക്കി. ഞാൻ ഇതുവരെ ഒരു പെണ്ണിന്റെ പോലും മോത്ത് ഞാൻ നോക്കിയിട്ടില്ല. എന്നെ തന്നെ നീ വായി നോക്കി എന്ന് വിളിക്കണല്ലേ? പോടാ മാത്രേ. എന്നിട്ട് മറ്റേ പൊന്നോ കിഞ്ഞോ മഞ്ഞോ ഓളൊക്കെ സംസാരിച്ചിരിക്കും. എന്റെ അടുത്ത് പഞ്ചാരം കടിക്കാൻ വരില്ല. നീ എവിടേക്കാ ഉണ്ണി ഈ രാവിലെ തന്നെ? പാല് മേടിച്ചിട്ട് അയക്കാം. ഞാൻ വരണോ? വേണ്ട വേണ്ട, ഞാൻ പോയിക്കോളാം. നോക്കി പോയിട്ട് വാട്ടോ. ഷാനു ഇന്നെന്താ കമ്പനി പോകുന്നില്ലേ? പോണേക്ക. എന്നാ ഒരാഴ്ച ലീവ് പറഞ്ഞിട്ട് വായോ. ഒരാഴ്ചയോ? എന്തിന്? ഒരു ഫാമിലി ട്രിപ്പ്. നമുക്ക് അടിച്ചു പൊളിക്കാം. നീയും വരണം കേട്ടോ. ഒരാഴ്ചയൊക്കെ ലീവ് നോക്കട്ടെ. ഉണ്ണിയായിട്ടുള്ള പ്രശ്നമൊക്കെ തീർന്നോ? എവിടെന്ന്? ഓളാണി ഒരു മൈൻഡ് പോലും ഇല്ല. ഓളോട് തെറ്റിയ പിന്നെ മിണ്ടിപ്പിക്കാൻ നല്ല പണിയാ. പിന്നാലെ നടന്ന് കൺവിൻസ് ചെയ്തോണ്ടേയിരിക്കണം. ഈ ട്രിപ്പ് കഴിയുന്നതിന് മുമ്പ് മിണ്ടിപ്പിക്കാൻ നോക്ക്. പിന്നെ ഓള് UK പോവല്ലേ? UK എന്തിന്? അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ? അവളൊന്നും പറഞ്ഞില്ലേ? അവിടെ ഞങ്ങളുടെ കമ്പനിയിൽ ന്യൂ ബ്രാഞ്ച് ഓപ്പൺ ആയി. സോ അവൾ അവിടുത്തെ HR പോസ്റ്റ് ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു. ദിലുവോളും ഒരു മന്തിനുള്ളിൽ പോവും. എന്തായാലും ട്രിപ്പിന് വരാൻ നോക്കട്ടോ നീ. എന്നാ ശരിക്കാ, ഞാൻ പോവാ. ദിലു, എൻ്റെ എക്സാം എപ്പോഴാടാ ഗജ്ജ? ഉച്ചയ്ക്ക് ചെയ്യും. വിളിക്കാൻ വരണോ? വേണ്ടിക്ക, ചെങ്ങായിമാരൊക്കെ ഉണ്ട്. ഓലായിട്ട് വരാം ഞാൻ. വേഗം വരണം, നാളെ രാവിലെ പോണ്ടല്ലേ. അപ്പുറത്തെ വീട്ടിലൊക്കെ പറഞ്ഞോ? ഷാനുവിനോട് പറഞ്ഞു. അവനിപ്പോൾ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. സമയമുണ്ടല്ലോ, മെല്ലെ പറഞ്ഞാലും മതി. നാളെ രാവിലെ അല്ലേ, സമയമുണ്ട്. പക്ഷെ ഓൾക്ക് പാക്കൊക്കെ ചെയ്യണ്ടേ. വാ, നമുക്ക് അപ്പുറത്ത് പോയിട്ട് ട്രിപ്പിനെ കുറിച്ചൊക്കെ സംസാരിക്കാം. എല്ലാം തീരുമാനിച്ച സ്ഥിതിക്ക് നമുക്ക് പോവാം. അപ്പൊ നാളെ രാവിലെ 5 മണിക്ക് എല്ലാരും ഉണ്ടാവണം അവിടെ. ഷാഹിനോട് പറയണ്ടേ ആയിഷുമ്മ എല്ലാം സെറ്റ് ആക്കിക്കോണം. ഓളെ സെറ്റ് ആക്കിക്കൊണ്ട്. എന്നിട്ട് നാളെ കിട്ടാ പോണേ? വയനാട് മോനെ, വയനാട്. നിങ്ങളെ ഹൈറ്റൊക്കെ ആണ്. ഞാൻ എന്നാ വീട്ടിൽ പോവാ, ഉമ്മ വിളിക്കണ്ട്. എന്നാ ആയിക്കോട്ടെ അളിയ, ശരി കാണാം. അങ്ങോട്ടൊന്ന് നോക്ക്.
അതിന് എനിക്കെന്താണ്, ഓളൊക്കെ ഞാൻ പണ്ടേ ഒഴിവാക്കിയതാ. പാസ്റ്റ് ഇസ് പാസ്റ്റ് ബ്രോ. ആ കണ്ണീര് നടച്ചിട്ട് പറ. പാത്ത് പോയതിൽ നമുക്ക് നല്ല വിഷമമുണ്ട് എനിക്കറിയാം. എന്ത് വിഷമം? ഓള് പോയ ഓളെ അനിയത്തി, അത്രേ ഉള്ളൂ എനിക്ക്. ഓൾക്ക് അനിയനല്ലേ? അനിയത്തിയല്ലല്ലോ. എന്നാ ഓളെ ഫ്രണ്ട്. ഞാൻ നിർത്തിക്കേ. എന്തായി പോവല്ലേ ഉണ്ണിയെ? പിന്നെ ഞാൻ എപ്പോഴേ റെഡിയാ. ഉണ്ണിത്ത, നാളെ ട്രിപ്പ് പോലെ കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. സോ നമുക്ക് 4 ആൾക്കും പാടെ മാൾക്ക് പോയാലോ? അതൊന്നും പറ്റില്ല. ഞങ്ങൾക്ക് വേറൊരു സ്ഥലത്തേക്ക് പോകാണ്ട്. ഈ പോയി അർഷുഖാനോട് സാനിഖാനോടൊക്കെ ചോദിച്ചു നോക്ക്. നീ പോടാ, നീ ഞങ്ങളെ കൊണ്ടുപോകാണ്ട് ഉണ്ണിത്താനെ മാത്രം കൊണ്ടുപോകില്ലേ? നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ആക്ക്. ഞങ്ങൾക്ക് അർജന്റായിട്ട് ഒരു സ്ഥലത്തേക്ക് പോകാനുണ്ട്, അതുകൊണ്ടല്ലേ. ഏത് സ്ഥലം? ആകാശത്ത്. പോയി കജ്ജ്. അപ്പൊ അർഷിക്ക് സാനിക്കൊക്കെ ഇവിടെ? അവരിപ്പച്ചിമ്മയുടെ കമ്പനീൻ്റെ ആവശ്യത്തിൽ കൊച്ചുവരെ പോയിക്കല്ലേ. ആ അത് ശരിയാ, ഞാൻ മറന്നുപോയി. ഉണ്ണിത്ത എങ്ങോട്ടാ പോന്നെ? ഞാനും വരും കേട്ടോ. ശരി, നിങ്ങൾ പോയി റെഡിയാവ്, നമുക്ക് പോവാം. ഓൽക്കും പാടെ മന്തി മേടിച്ചോളൂ. എൻ്റെ കയ്യിലൊന്നും പൈസ ഇല്ല. നീ നടന്ന് ചെക്ക, ഇവലെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ കൊണ്ടാക്കിയിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം. അങ്ങനെയാണെങ്കിൽ ഓക്കെ. ഉണ്ണിത്താ, എനിക്ക് ഈ ജാക്കറ്റ് മേടിച്ചിരോ? ഇതൊക്കെ നല്ല തണുപ്പുള്ളപ്പോഴല്ലേ ഇടുക? വയനാട് നല്ല തണുപ്പുണ്ടാവും. ഇപ്പൊ ഡിസംബർ മാസല്ലേ? എന്താ വേണ്ടിച്ച് എടുത്തോന്നാ? ഓ ഓ ശരി ശരി. നമ്മളെന്തേലും വേണം പറഞ്ഞാൽ ഓളയിൽ പൈസ ഇല്ല. ഓളും അമ്മൊക്കെ എന്തേലൊക്കെ വേണം പറഞ്ഞാൽ എന്താ ചെടുത്തോ എന്താ ചെടുത്തോ. ഇതൊക്കെ ശരിയാണോ? ഇച്ച് പറ. ഈയും പോയി എന്താച്ചാ എടുത്തോ, ഒരു കുഴപ്പമില്ല. ശരിക്കും? ആ പിന്നെ എല്ലാ വീട്ടിനെയും വിളിച്ചാൽ മതി, ഞാൻ താഴെ ഉണ്ടാവും കേട്ടോ. ഞാൻ എൻ്റെ ഒപ്പം വരാ. ആ ഓക്കെ ബായോ. താഴെ എന്താ? ഉമ്മ എന്തൊക്കെയോ മേടിച്ചു തരാൻ പറഞ്ഞിരിക്കണം. ഒക്കെ പോയെന്ന് നോക്കി മേടിച്ചിട്ട് വരാം. ഒക്കെ സെറ്റ്. പിന്നെ ഞാൻ അത്രക്ക് വലിയ പണക്കാരൊന്നും അല്ല. സോ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന സാധനങ്ങൾ വാങ്ങിച്ചാൽ മതി. ഉണ്ണിത്ത ധൈര്യമായിട്ട് പോയിട്ടോ. പിന്നെ ഈ ദിലൂനെ പേടിച്ചാൽ മതി. ഞാൻ പിന്നെ ബഡ്ജറ്റൊക്കെ നോക്കിയിട്ടേ മേടിക്കുള്ളൂ. നീ പൂടി മൂദേവി. ഇത് മാളാണ് ഗായ്സ്, പഠിച്ചോനായിട്ട് അതുകൂടി ഒന്ന് ഓർക്ക്. മതി മതി, ഇജ്ജ് പോയിക്കോ. ഇന്ന് ഞാനൊരു പൊളിക്കും. ഓളെ പൈസ ഫുള്ള് കളയും. പാവം ഉണ്ണിത്ത, ഇപ്പത്താക്ക് ജോലി പോലും ഇല്ല. ഒന്ന് മനസ്സിലാക്കിച്ച്. പിന്നെ ഒരു പാവം. ഓ ഉണ്ണിത്താ, എനിക്ക് മിഠായി വാങ്ങിച്ചു തരോ? പിന്നെ ഈ ടോയും. ഈ ടോയൊക്കെ ഏത് മിഠായി? അതെ, കിൻഡർ ജോയോ? ആ അതന്നെ. പിന്നെന്താ, വാങ്ങി തരാലോ. ഉണ്ണിത്ത, ഇതെന്താ ഇവിടെ? ഷാഹിദേ, ഞാന് ഇവരെ കൊണ്ട് ഷോപ്പിങ്ങിന് ഇറങ്ങിയതാ. ട്രിപ്പൊക്കെ പോവല്ലേ? ഞാനും അതിന് തന്നെ. ഷാനിക്ക് അന്നത്താത്തി ഉണ്ട്. ഫാഷൻ സ്റ്റോറിൽ പോയിക്ക. എനിക്ക് അവിടെ നിന്ന് പിന്നെ ഒന്നും ഉടുക്കാനില്ലാത്തോണ്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു. പിന്നീട് ഇപ്പോഴാ തള്ളച്ചിനോടെ കണ്ട പെണ്ണുങ്ങൾക്ക് അത്യുത്തം വാങ്ങിച്ചു കൊടുക്കാനേ ഉള്ളൂ ഇയാൾക്ക് സമയം. നമ്മളെ കാര്യമൊന്നും അറിയണ്ട. ദുഷ്ടൻ. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു എന്നിട്ട്? ഇല്ല, ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ. എനിക്കത് വേണം. നോക്ക് പ്ലീസ്. ഇങ്ങോട്ട് വാ. ഇങ്ങനെയൊന്നും കഴിഞ്ഞില്ല, കുറെ സമയമായല്ലോ. എന്റെ കഴിഞ്ഞിട്ടാ ഇവനാ എന്തൊക്കെയോ മേടിച്ചു കൂട്ടുന്നുണ്ട്. വാ മാറ്റി ചെക്ക, നമുക്ക് മന്തി കഴിക്കാൻ പോണ്ടേ? മന്തിക്കട നൈറ്റ് ഫുള്ളും ഉണ്ട്. ഞാൻ ഇവിടെ നിന്നേ, കുറച്ചുകൂടി ഉണ്ട്. ഷാഹിദേ, നിനക്കൊന്നും വേണ്ടേ? എടാ പോയി വാങ്ങിച്ചു, ഞാൻ പൈസ എടുത്തോണ്ട്. വേണ്ടത്താ, എന്റെ കഴിഞ്ഞു. ആഹാ, അതാ ഷാനുക്ക വരണു. ആഹാ, എല്ലാരും ഉണ്ടല്ലോ. ഷാനുക്കയുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞോ? എനിക്കെന്ത് ഷോപ്പിംഗ്? ഇതാ ഇവൾക്ക് എന്തൊക്കെ മേടിക്കണം പറഞ്ഞ് വന്നേ. പിന്നെ ഇവനും. എല്ലാം കഴിഞ്ഞിട്ട് എന്നെ വിളിക്ക്, ഞാൻ ഇപ്പൊ വരാം. ഞാനും ഉണ്ട്. വേണ്ട. എന്നാ പിന്നെ ഇവിടെ നിൽക്ക്, എല്ലാവർക്കും ഒരുമിച്ച് പാടെ പോവാ. ഇതെന്ത് കഷ്ടം. ഞാൻ എനിക്കിഷ്ടമുള്ളടത്ത് പോവും. പിന്നെ നിങ്ങൾ ആരാ? അതേ, നീ അപ്പോഴേ പറഞ്ഞ ഡയലോഗ് എനിക്ക് ഇപ്പൊ പറയാനുള്ളത്. ഇത് മാളാണ്, അല്ലാതെ നിന്റെ വീടല്ല. ഷാനുക്ക് മൈൻഡ് ചെയ്യണ്ട, ഇവൾക്ക് പ്രാന്താ. വട്ടതിന്റെ കെട്ടിയോൾക്ക്. ഒന്ന് നിർത്തൂ, ഇത് പബ്ലിക് പ്ലേസ് ആണ്. നിങ്ങളുടെ വഴക്കൊക്കെ വീട്ടിൽ പോയിട്ട് മതി. മനുഷ്യന്റെ വില കളയാനായിട്ട് ഓരോന്ന്. നിനക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നീ പോയിക്കോ. നിന്നോട് ആരെങ്കിലും ഇവിടെ നിൽക്കാൻ പറഞ്ഞോ? ഇല്ലല്ലോ. സോ പോയിക്കോ. പിന്നെ എന്റെ
ഞാൻ എനിക്കിഷ്ടമുള്ളവർക്ക് നിൽക്കും. നീ ആരാ അതൊക്കെ ചോദിക്കാൻ? അന്യ മതി നിർത്ത്. എല്ലാരും വേണ്ട ഇതൊക്കെ എടുത്തില്ലേ? എന്നാ വാ പോവാം. അപ്പോഴത്തേനും അമ്മയുടെ ഒരു ആരാണ് വിചാരം? ഷാറൂഖ് ഖാനൊന്നുമല്ലല്ലോ, കുറച്ച് ഗ്ലാമർ ഉണ്ട് തന്നെ ഉള്ളൂ, അല്ലാതെ പേര് പോകണമില്ല. ബില്ല് താവാവേ, ഞാൻ പേ ചെയ്തോളാം. അതെ, അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്റെ ബില്ല് പേ ചെയ്യാൻ എനിക്കറിയാം. ഓ ഉണ്ടക്കണ്ണി. അതെ, നിങ്ങള് ഇബലപ്പം പോയിക്കോ, കാരണം എനിക്കും ദിലുവിന് ഒരു സ്ഥലം വരെ പോകാനുണ്ട്. സോ നിങ്ങൾ ഇബലപ്പം പോയിക്കോട്ടോ. ഞാനും പാടെ വരട്ടെന്നിട്ടാ പ്ലീസ്. ഇപ്പൊ തന്നെ സമയം 9 മണിയായില്ലേ. എന്റെ സ്വത്തൂന് വിശക്കൂലേ? ഉണ്ണിത്തെ പിന്നെ ഒരു ദിവസം കൊണ്ടുപോവാട്ടോ. അപ്പൊ നല്ല കുട്ടിയെ ഇവരോടൊപ്പം പോയിക്കേ. ഓക്കെ, പക്ഷെ വരുമ്പോ എനിക്ക് എന്തെങ്കിലും വാങ്ങിയിട്ട് വരണം. അത് വാങ്ങിയിട്ട് വരാം. ഇപ്പൊ ഇവരുടെ കൂടെ പോയിക്കേ. ഷാഹിദ് ഇവിടെ നോക്കണേ. ആ ഇത്ത, അതൊക്കെ ഞാൻ ഏറ്റെടുത്തോളാം. ഇപ്പൊ എന്തിനാ കടയിലൊക്കെ എത്ര തിരക്കിട്ട് പോണേ? എന്തേലും സീരിയസ് ഉണ്ടോ? എന്തെങ്കിലും തനിക്ക് എന്താടോ? അതോടൊന്നും സംസാരിക്കാൻ പറ്റില്ല. സംസാരിക്കണ്ട. ഞാൻ പറഞ്ഞോ നിന്നോട് സംസാരിക്കാൻ? ഇല്ലല്ലോ. ഉണ്ണി മതി, പോയി കാർ എടുത്തേ. ഇവളെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ ഞാൻ കുറച്ചുകൂടി പാടുപെടേണ്ടി വരും. ഏത് മന്തി വേണേലും ഈ ഓർഡർ ചെയ്തോ. അല്ല, ഒരു ഹാഫ് മന്തിക്ക് 500 രൂപ പോലും ഇല്ല. നിനക്ക് ഷൂ, വാച്ച്, ഡ്രസ്, പെർഫ്യൂം ഇതൊക്കെ പാടെ ഞാൻ മേടിച്ചു തന്നില്ലേ, പിന്നെ എനിക്ക് എന്ത് ലാഭം? ഈ ഇപ്പൊ ലാഭം നഷ്ടമൊന്നും നോക്കണ്ട. എന്താ വേണ്ടിച്ച് ഓർഡർ ചെയ്തോ. എനിക്ക് പെരി പെരി അൽഫാം മതി. ഇവിടുത്തെ പെരി പെരി നല്ല എരിവുണ്ടാവും കേട്ടോ. എരിവൊന്നും എനിക്കൊരു പ്രശ്നമാ മോനെ. എന്താ വേണ്ടേ? ക്വാർട്ടർ പെരി പെരിയും ക്വാർട്ടർ ഹണി, പിന്നെ റൈസ് അൺലിമിറ്റഡ് അല്ലേ? അതെ, അൺലിമിറ്റഡ് ആണ്. എന്നാ ഓക്കെ, അത് മതി. നിങ്ങളിത് എങ്ങിട്ട് പോയതാ? സമയം 11 മണിയായിക്കണ്. ഞങ്ങൾ ടർഫിലുണ്ടായിരുന്നു പാപ്പ. എന്നാ വന്ന വല്ലതും കഴിക്ക്. എനിക്ക് വേണ്ടമ്മ, വിശപ്പില്ല. ഇവലെങ്ങോട്ടോ പോയിട്ട് എന്തൊക്കെയോ തിന്നിക്കണ് മൂത്താപ്പ. എന്താ ഈ കണ്ടോ? ഇല്ലല്ലോ. ഒന്ന് പൊയ്ക്ക, ഞാൻ ഉറങ്ങാൻ പോവാ അമ്മച്ചി. രാവിലെ വിളിച്ചു പറഞ്ഞോ നേരത്തെ. അറ്റ്ലീസ്റ്റ് 2 വറ്റയിലും തിന്നിട്ട് പോടാ. വേണ്ട അമ്മച്ചി. ഉണ്ണിയെ, ഈ സിയുടെ അമ്മാനി പാപ്പാനി വിളിച്ചിരുന്നോ? ആ വിളിച്ചു പാപ്പച്ചി, ഒരു രാവിലെ തന്നെ വരാ പറഞ്ഞിക്കണേ. അനക്കൊന്നും തിന്നാനൊന്നും വേണ്ടേ? വിശപ്പില്ലമ്മ. കണ്ണും കണ്ണും നോക്കിയാൽ ഇത് കൊള്ളയടിക്കും മാഫിയ സുഫിയ. ഇതാരാ ഇവിടെ കൊണ്ടുവച്ചേ? വാ, ഡിഡിയോടെ എന്ത് രസാ. എന്നാലും ഇതാരും കൊണ്ടുവച്ചേ? ചിലപ്പോ സയാനിക്കായിരിക്കില്ലേ? എന്നെ ഓളൊരു സയാനിക്ക. അത് ഞാൻ കാശ് കൊടുത്ത് മേടിച്ച സാധന. ഇയാൾക്ക് എന്താ ഇവിടെ കാര്യം? ഇത് എന്റെ റൂമാണ്. അത് ശരി. കഴിഞ്ഞ 1.5 മണിക്കൂറായി എൻ്റെ വൈഫിന് വേണ്ടി ഞാൻ കാത്തിരുന്നിട്ട് നിന്റെ ഹസ്ബൻഡിനെ കണ്ടിട്ട് എങ്ങനെയാണോ ചോദിക്കുക? പിന്നെ ഇത് നിന്റെ റൂമല്ല, നമ്മുടെ റൂം. എത്ര രാത്രികൾ ഞാൻ ഈ ബാൽക്കണി ചാടിയിട്ടുണ്ടെന്ന് അറിയോ? ഓർമ്മയില്ലേ എൻ്റെ വൈഫിക്ക്? കൂടുതലും വർത്താനൊന്നും പറയാതെ ഇവിടെ നിന്ന് പോയിക്കേ. എവിടെന്ന് പോയില്ലെങ്കിൽ അടുത്തേക്ക് വരരുത്. ഞാൻ ഒച്ച ഉണ്ടാക്കും, നോക്കിക്കോ. നിങ്ങൾ എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത് വരെ ഞാൻ പറയും. അടുത്ത് വരരുത്. ആഹാ, അത്രയ്ക്ക് ധൈര്യോ? എന്നാ പിന്നെ അതൊന്ന് കാണണല്ലോ. നീ വിളിക്കേ, അല്ലെങ്കിൽ വേണ്ട, ഞാൻ വിളിക്കാം. നിന്റെ വാപ്പാക്കും ഉമ്മാക്കും ചെറിയ കണ്ണ, നിനക്ക് മാത്രം ഇവിടെ നെയ്യ് ഉണ്ടക്കണ്ണ്. ഇനി അവര് നിന്നെ ദത്തെടുത്തായിരിക്കോ? പട്ടി. പക്ഷേ എനിക്ക് ഉണ്ടക്കണ്ണാണ് ഇത്ര ഇഷ്ടം. ഞാൻ നോക്കിയിരിക്കാൻ തോന്നും. ഒന്ന് നിർത്ത്, എന്നിട്ട് ഇവിടുന്ന് പോയിക്കേ. ഞാനിപ്പോ വന്നിട്ടല്ലേ ഉള്ളൂ, അപ്പോഴത്തേനും പോവാൻ പറയാ. ഞാൻ തന്ന ഗിഫ്റ്റ് ഇഷ്ടായോ എൻ്റെ മോൾക്ക്? എന്ത് ഇതോ? എനിക്കൊന്നും ഇഷ്ടായില്ല. അയ്യേ, ഒരു രസമല്ല. റിയലി? എന്തിനാ സ്വത്തു ഇങ്ങനെ കള്ളം പറയുന്നേ? എനിക്കറിയാ നിനക്ക് ഇഷ്ടായിന്ന്. കുറച്ചു മുമ്പ് കണ്ടല്ലോ ഞാൻ. എന്ത് കണ്ടോന്ന്? തന്നൊന്ന് പോയിക്കേ, വെറുപ്പിക്കാതെ. ഞാൻ എന്താ ചെയ്യ എൻ്റെ ബേബിയുടെ പിണക്കം മാറ്റാൻ? ഒന്നും ചെയ്യണ്ട. എന്തായിരുന്നു മോളിനോടൊപ്പം? ഇഷ്ടമുള്ളതൊക്കെ മേടിച്ചു കൊടുക്ക. എന്നോട് എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചോ? ഇല്ലല്ലോ.
ഞാൻ ഒറ്റയ്ക്ക് പോവാൻ നിന്നതാ നിനക്ക് ടെഡിയും റോസൊക്കെ മേടിക്കാൻ. ഓളും വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ ഇനി ഒന്നും പറയാൻ എനിക്കൊന്നും കേൾക്കണ്ട. ഇപ്പൊ ഇറങ്ങി പൊക്കോണം എന്റെ റൂമിൽ നിന്ന്. എനിക്ക് നിങ്ങൾ കാണണ്ട. ബേബി ജലസൊക്കെ കുറച്ച് കൺട്രോൾ ചെയ്യ്. ഞാൻ നിന്റേതല്ലേ. ബൈ ദ വേ ഗിഫ്റ്റ് ഇഷ്ടമായില്ലെങ്കിൽ ഞാൻ തിരിച്ചുകൊണ്ടുപോവാ കേട്ടോ. എനിക്ക് ഇഷ്ടമായില്ല, പക്ഷെ ഇനിയിപ്പോ തിരിച്ചൊന്നും കൊണ്ടുപോകണ്ട. അത് വേണ്ട, അത് താ, ഞാൻ കൊണ്ടോട്ടെ. വേറെ ആർക്കെങ്കിലും കൊടുക്കാം. വേറെ ആർക്ക് കൊടുക്കാൻ? അല്ലെങ്കിൽ ഞാൻ ഇത് അമ്മൂന് കൊടുത്തോളാം. ഓൾക്ക് ടെഡിയൊക്കെ ഭയങ്കര ഇഷ്ടാ. എന്താണെന്ന് ആറി നോക്കണേ. എനിക്കെന്റെ പെണ്ണിനെ നോക്കാൻ പോലും പറ്റില്ലേ. ഒരു കോളുണ്ടേ. ആ പറടി. ഓ, അപ്പൊ ഇതൊരു പെണ്ണാണ് വിളിക്കണേ. ഇങ്ങനെ ഇപ്പൊ ഞാൻ വരാ. നീ കഴിച്ചിട്ട് കിടന്നോ അഞ്ഞ? ആടി, ഞാൻ വേഗം വരാ. അപ്പൊ ശരി, എന്നാ പോയിട്ട് കൊറേ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യാണ്ട്. ഓ, അവളൊന്ന് വിളിച്ചപ്പോ നിങ്ങൾ പോവാ. ഞാൻ ഇത്ര നേരം പറഞ്ഞപ്പോ പോയില്ല അല്ലേ? കോഴി, കാട്ടുകോഴി, പോടാ. അത് ശരി, ഇപ്പൊ അങ്ങനെയായോ? ഈ എല്ലാം എത്ര നേരം എന്നോട് പോ 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 പറഞ്ഞോണ്ടിരുന്നേ. ഞാൻ ഇത്ര നേരം പറഞ്ഞപ്പോ നിങ്ങൾക്ക് പോവാൻ പറ്റൂല. ഓള് പെട്ടെന്ന് വിളിച്ചിട്ട് ഒന്ന് ബാ പറഞ്ഞപ്പോ ഈ മുത്തേതാ വരുന്നൂന്ന്. മനസ്സിലാടാ കാട്ടുകോഴി. എന്നാ ഞാൻ പോണില്ല, പോരെ? ഇവിടെ തന്നെ നിന്റെ കൂടെ കെട്ടിപ്പിടിച്ച് കടന്നുറങ്ങാൻ പോവാ, പോരെ? അതൊന്നും പറ്റില്ല. താൻ ഇങ്ങോട്ടാ അച്ഛാ പോയിക്കോ. പോ 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 പോ. അയ്യട മോളെ, ഇനി എന്തായാലും ഞാൻ പോവാൻ പോകുന്നില്ല. എങ്ങോട്ടായി പോണേ? കുറെ നേരം എങ്ങോട്ട് വാടി. ഏയ്, ഇക്ക, എന്നെ വിട്ടേ. ഓഹോ, ഇപ്പൊ ഇക്കാന്നല്ലേ? കുറച്ചപ്പോഴേനും ഇക്കാന്നൊന്നും അല്ലല്ലോ കേട്ടെ. അത് പിന്നെ ഞാൻ അവിടെ അടങ്ങി. നിങ്ങളുടെ വഴിയിൽ വീഴണമെങ്കിൽ വേറെ പെണ്ണുങ്ങളെ നോക്കിക്കോ. ഈ ഒന്നിനെ കിട്ടില്ല. ഇനിയും നിന്റെ പാക്കിങ് കഴിഞ്ഞില്ലേ? ഇന്നലെ രാത്രിയൊക്കെ നീ എവിടെയായിരുന്നു? എന്ത് ചെയ്യായിരുന്നു? അത് പിന്നമ്മ കമ്പനിയിൽ കുറച്ച് മെയിൽസ് ചെക്ക് ചെയ്യാണ്ടായിരുന്നു, അതാ. നിന്നോട് ഞാൻ പല വട്ടം പറഞ്ഞിട്ടുണ്ട് ഷാനു, രാത്രിയിലുള്ള വർക്കൊക്കെ വേണ്ടാന്ന്. അതിന് മാത്രം ഒന്നും ഇല്ലായിരുന്നു, ഇമ്പോർട്ടന്റ് വർക്കായോണ്ടാ. ശരി, നീ വേഗം പാക്കി. വായോ, എല്ലാരും റെഡി ആയോ? അതോ ഞങ്ങള് നേരത്തെയാണോ? എല്ലാരും റെഡി ആവുക. സീനി സബിനിയൊക്കെ എവിടെ? ഓലൊക്കെ അടുക്കളയിലുണ്ട്. എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ കേട്ടോ. എല്ലാരും വരെയും. ഇതെന്താ സിറ്റൗട്ടിൽ എല്ലാരും ഇരിക്കണേ? ഒന്നുമില്ല, നിങ്ങളൊക്കെ വരുന്നത് നോക്കി നിക്കായിരുന്നു. വാ, ഉള്ളിക്കിരിക്കാം. ഇതെന്താ ഉണ്ണി സോഫയിൽ ഇരുന്ന് ഉറങ്ങണേ? മോളെ, ഇതെന്താ ഈ ഇവിടെ ഇരുന്ന് ഉറങ്ങണേ? എന്ത് പറ്റി? ഇന്നലെ ഉറങ്ങിയില്ലേ? അതൊന്നുമില്ല പാപ്പ, ഇന്നലെ റൂം മാറി കിടന്നോണ്ട് ഉറക്കൊന്നും ശരിയായില്ല. ഇന്നലെ നീ എവിടെ കിടന്നേ? അത് ഷാഹിന്റെ റൂമിലെ. നിന്റെ റൂമിൽ എന്ത് പറ്റി? അത് പിന്നെ അവിടെ ഭയങ്കര കൊതുക്, അതാ. എങ്ങനെ വരാതിരിക്കും? എന്നോട് ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് ആ ബാൽക്കണി ഒന്ന് തുറന്നിടണ്ടാന്ന്. അതെങ്ങനെ? വല്ലതും കേക്കണ്ടേ? ഉമ്മ പറഞ്ഞത് കേക്കണായിരുന്നു. ബാൽക്കണി വഴിയാ കൊതുകൊക്കെ വന്നേ. അതെന്താ കൊതുക് വരുന്നത് നീ കണ്ടോ? കണ്ടു. എന്തേ? വലിയ കൊതുകാണോ ചെറിയ കൊതുകാണോ? ഈ കൊതുകിന് അത്യാവശ്യം നല്ല വലിപ്പുണ്ട്. ഇപ്പൊ ഞാൻ ഉദ്ദേശിച്ച കൊതുകല്ല, എന്റെ റൂമിലൊക്കെ ചെറിയ കൊതുക. മതി സംസാരിച്ച്, എല്ലാരും വരെയും ചാടിച്ചിട്ട് ഇനിയിപ്പോ ഇറങ്ങാം. ബാഗ് താ, ഞാൻ വണ്ടിയിലോട്ട് വെക്കാം. വേണ്ട, എനിക്ക് 2 കൈ ഉണ്ടല്ലോ, ഞാൻ വെച്ചോണ്ട്. തരാനല്ലേ ഞാൻ നിന്നോട് പറഞ്ഞേ.